ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ പോട്ടെ, മോള് കരയണ്ട. മോളെന്തിനാ അവിടെ പോയി നിന്ന് പന്ത് കളിച്ചത്? അതുകൊണ്ടല്ലേ പന്ത് തെറിച്ചു പോയി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ജഗനങ്ങളെ ദിയമോള് പോവാ. ദിയമോളെ എല്ലാരും വരക്ക് പറയുന്നു. എന്തിനാ വന്ദനമേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനാ മുത്തശ്ശിയെ പന്തെടുത്ത് എറിഞ്ഞതല്ലോ. വന്ദനമ്മ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ പോട്ടെ മോളെ. ജഗനങ്ങളെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കോ. മോളെ അത് വിട്ടുകളാ. നമുക്കേ ആ മുത്തശ്ശിക്ക് ഇരുട്ടടി കൊടുക്കാം. എന്താ ജഗ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്റെ തീമോൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീട്ടില് എനിക്ക് ബുദ്ധിമുട്ടാ. വന്ദനെ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ? ദേവമോള് പറയുന്നത് ശരി, അവള് കുട്ടിയല്ലേ. അവൾക്ക് അത്രയും കാര്യഗൗരവേ കാണൂ. എനിക്കെന്റെ മോളുടെ കാര്യം വലുത്. ആയിക്കോട്ടെ, പക്ഷേ സാഹചര്യം കൂടി ഓർക്കണം. എല്ലാവരും പെട്ടെന്നങ്ങ് അംഗീകരിക്കാത്ത രീതിയിലുള്ള കല്യാണമായിരുന്നല്ലോ നമ്മുടേത്. അപ്പോൾ എല്ലാം ഒന്ന് സാധാരണ നിലയിലാവാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ജഗം പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്താണെന്ന് അറിയില്ല. എന്റെ മോളുടെ മനസ്സ് വേദനിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. വന്ദനെ, ദേമോള് നിന്റെ മാത്രമല്ല, എന്റെയും കൂടി മോളാ. അതുകൊണ്ട് തന്നെ ദേമോൾക്ക് ഒരു വിഷമം വരാതെ നോക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വ. ജഗ പ്ലീസ് വന്ദനെ. ആ മോളെ, ഇപ്പൊ നടന്നൊക്കെ മോള് മറന്നേക്ക്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്കിളേ, മോക്കൊരു കഥ പറഞ്ഞു തരട്ടെ? അതിനങ്കിളിന് കഥ അറിയാവോ? പിന്നെ മുമ്പ് അങ്കിള് മോൾക്കൊരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലൊരു കഥ പറയാം. പണ്ടൊരിടത്തൊരിടത്ത് ഒരു വലിയ മാളിക ഉണ്ടായിരുന്നു. ആ മാളികയ്ക്കകത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. ആ രാജകുമാരന് ഒരു രാജകുമാരിയോട് പ്രണയം. രാജകുമാരൻ എന്ത് ചെയ്തെന്നറിയാവോ? രാജകുമാരി പോലും അറിയാതെ ആ രാജകുമാരിയെ കട്ടുകൊണ്ടുപോയി. മാനത്തെ കൊട്ടാ